മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 1-ാം വാർഡ് മണ്ണൂരിൽ 15-ലധികം വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും ഇന്നലെ വെള്ളം കയറി. വ്യാപക നാശനഷ്ടമാണ് പ്രദേശത്തുണ്ടായത്. വൈദ്യുതിയും കുടിവെള്ളവും പ്രദേശത്ത് മുടങ്ങിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നതിനാൽ വീടുകളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മട്ടന്നൂരിൽ നിന്ന് VS രഞ്ജിത്ത് വിവരിക്കുന്നു. രഞ്ജിത്ത്, അവിടുത്തെ സ്ഥിതി എന്താണ് പറയുന്നത്? മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡായിട്ടുള്ള മണ്ണൂർ ഭാഗത്താണ് ഞാനുള്ളത്. ഈ ഭാഗത്ത് ഇന്നലെ നല്ല വെള്ളപ്പൊക്കമായിരുന്നു. 10-15 വീടുകൾ വെള്ളത്തിന് അടിയിലായി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ പെട്ടു എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഏകദേശം ഈ ഭാഗത്തോളം വെള്ളം പൊങ്ങിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാറി വെള്ളം ഇറങ്ങി ആളുകളൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള മിക്കവാറും വീടുകൾ, ഇപ്പോൾ ഈ ഒരു റോയിലുള്ള വീടുകളിലൊക്കെ തന്നെ, ഇതിൻ്റെ പിറകു ഭാഗത്തുള്ള വീടുകളൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ഈ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതേപോലെ ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എത്ര വീടുകളിൽ ഇവിടെ വെള്ളം കയറി? ഇവിടെ 15ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏകദേശം ഒരു 4 മണി സമയത്താണ് വെള്ളം കയറി തുടങ്ങിയത്. അപ്പോൾ അർദ്ധരാത്രി ആകുമ്പോഴേക്കും ഏകദേശം എല്ലാ വീടുകളിലും ഈ പറഞ്ഞ വീടുകളൊക്കെ വെള്ളം കയറുകയും, അതായത് ജനങ്ങൾ ശരിക്കും പാനിക്കിൻ്റെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. നേരത്തെ ഈ പ്രളയകാലത്ത് അല്ലാതെ പിന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി രൂക്ഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അണക്കെട്ടുന്ന വെള്ളം ഇങ്ങനെ പെട്ടെന്നവരിങ്ങനെ തുറന്നു വിടുന്നത് മാത്രമല്ല, ഈ വീട്ടിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുഴയിലെ പൂഴി, അതായത് പുഴ എന്ന് വെച്ചാൽ ആഴമില്ല, ആഴം കുറഞ്ഞു വരുന്നു. അപ്പോൾ വെള്ളം വേഗം അതായത് വീടുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ വീട്ടിലെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ. ഈ വീട്ടിനകത്തുള്ള ഫർണിച്ചറുകൾ ഉൾപ്പെടെ വെള്ളത്തിൽപ്പെട്ട് അതിൻ്റെ ചളിയും മണ്ണും ഒക്കെ പുരണ്ട അവസ്ഥയിലാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നമുണ്ട്. എങ്ങനെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറി? കഴിഞ്ഞ എല്ലാ വർഷം വെള്ളം കയറിയതാണ്. 19 വെള്ളത്തിന് വീട് മുങ്ങിയതാണ്. പിന്നെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വെള്ളം അവർ ആ വീട്ടിൽ നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടിരുന്നത്. എവിടെയായിരുന്നു? ഇന്നലെ ഒരു ബന്ധുവീട്ടിൽ പോയതാണ് രാത്രി വൈകുന്നേരം. നഷ്ടങ്ങളുണ്ട് അല്ലേ ഫർണിച്ചറും? ശരിക്കും 1-1.5 ലക്ഷം രൂപ നഷ്ടമുണ്ടായിരിക്കും. ഇതെല്ലാം വെള്ളം കഴിച്ച് പോയതിനാണ് ഓരോ പ്രാവശ്യം. വെള്ളമില്ല, കുടിവെള്ളം ഇപ്പോൾ അവർ അങ്ങനെ കെട്ടിക്കൊണ്ടായിരുന്നു വെള്ളം. അപ്പോൾ വീട്ടുകാരൊക്കെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ KSEB ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിരുന്നു. വില്ലേജ് ഓഫീസർ എത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഇവിടെ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തി ഇപ്പോൾ മടങ്ങിയതാണ്. വാർഡ് കൗൺസിലർ രാഘവ മാഷ് ഇവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ വെള്ളം ഇറങ്ങിയതിൻ്റെ ഒരു ആശ്വാസമുണ്ട്, മഴ മാറി നിൽക്കുന്നതിൻ്റെ ആശ്വാസമുണ്ട്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഈ മട്ടന്നൂർ ഭാഗത്തൊക്കെ തന്നെ. ഈ പഴശ്ശി ഡാമിൽ ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നതാണ് ഈ പ്രദേശത്തുകാർക്കൊരു ആശ്വാസമായിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.